ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും എല്ലാവരും കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഗ്യാസിൻ്റെ വിലയൊക്കെ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് തീരാറായോ എന്നുള്ള ടെൻഷനായിരിക്കും. സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ബാക്കിയുണ്ടെന്ന് അറിയാനൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സിലിണ്ടറിൽ എത്ര ഗ്യാസ് ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് തുണി എടുക്കുന്നതെങ്കിലും ആ തുണി നനച്ചെടുക്കണം. ഇനി ആ തുണി കൊണ്ട് നമ്മൾ സിലിണ്ടറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്നുകൊണ്ട് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ ഉരച്ചു കൊടുത്താലും മതി. ഇനി ഇത് ഉരച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഗ്യാസ് ഉള്ള സൈഡിൽ ഉണങ്ങിയിട്ടുണ്ടാവില്ല, ഇല്ലാത്ത സൈഡിൽ ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷേ കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യരുത് കേട്ടോ. കൂടുതൽ ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിലേ ഉണങ്ങിപ്പോവും. അപ്പോൾ ഫസ്റ്റ് ഉണങ്ങി വരിക, ഗ്യാസ് ഇല്ലാത്ത സൈഡിൽ നിന്ന് അതിങ്ങനെ ഉണങ്ങിയിട്ട് വരും കേട്ടോ. ഗ്യാസ് ഉള്ള സൈഡിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടേ ഉണങ്ങുള്ളൂ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിക്കും കേട്ടോ. ഇത്ര സൈഡ് ഉണങ്ങിയിട്ടില്ല, അത് കുറച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സിലിണ്ടർ വെച്ചിട്ട് ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയാനും ആയിട്ടുണ്ടാവും. ഗ്യാസുള്ള ഭാഗം പെട്ടെന്ന് ഉണങ്ങില്ല, ഗ്യാസ് ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെ സിലിണ്ടറിലെ ഗ്യാസ് എത്രത്തോളം അയക്കണമെന്നുള്ളത് അറിയാനും പറ്റും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് ഉപയോഗിച്ച് നമ്മളെ വീട്ടിലെ കത്തികളൊക്കെ വളരെ പെട്ടെന്ന് മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും. കത്തികളുടെയൊക്കെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മിക്സാണിത്. ഇനി ഇത് നമ്മൾ 2 സൈഡിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. സ്റ്റീലിൻ്റെ കത്തിയോ പോളികാർഡിൻ്റെ കത്തിയോ ഒക്കെ ആയിക്കോട്ടെ കേട്ടോ. 1-2 പ്രാവശ്യം ഇതുപോലെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കത്തി നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഇനി അത് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ സെറാമിക്കിൻ്റെ ഒരു മഗ് എടുത്തിട്ട് അതിനിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഈ സൈഡിൽ കത്തി വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. മൂർച്ച കൂട്ടാന്നല്ല കേട്ടോ. പിന്നെ അത് കുറച്ച് പഴകിയ കത്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന അഴുക്കോ അതേപോലെ ഒരു ചളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ കത്തി അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഒരു 5-10 മിനിറ്റൊക്കെ അങ്ങനെ ഉരച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ അത് നല്ല ഷാർപ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മറ്റൊരു കത്തിയും കൂടി ഇങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കത്തിമീൻ കൂടി ജസ്റ്റ് ഞാനൊന്ന് അത് തേച്ച് കൊടുക്കുന്നുണ്ട്. കത്തിയുടെ മൂർച്ച പോകാന്നുള്ളത് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളൊക്കെ ഒരു കത്തി കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പുതിയൊരു കത്തിയുടെ മൂർച്ചയൊക്കെ പോയിട്ട് അതങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. പിന്നെ കത്തിയുടെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പോയിട്ട് കണ്ട് നോക്കാം കേട്ടോ. അങ്ങനെ 2 കത്തി നന്നാക്കിയിട്ട് മൂർച്ചയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നന്നായിട്ട് മൂർച്ച കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആ സൈഡ് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ആ ടിഷ്യൂവിലേക്ക് ഇനി ഞാനിത് ഒരു 1/4 സ്പൂണും ഉപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂടി എടുക്കാം. ഇനി ഇത് ഈ ടിഷ്യൂവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കല്ല, നല്ല ഒരു പൊതിയാക്കിയിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം.
നന്നായി ടൈറ്റ് ചെയ്തിട്ട് പൊതിയണം കേട്ടോ. അതൊന്ന് രണ്ടും പുറത്ത് പോകാത്ത തരത്തിൽ പൊതിഞ്ഞെടുക്കുക. ഇനി അങ്ങനെ പറ്റില്ല, ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡും കൂടി അതിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഗോതമ്പ് പൊടിയിൽ പ്രാണികളോ അതുപോലെ ചെള്ളോ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് പൊടിയിൽ കുറച്ച് മധുരമൊക്കെ ഉള്ളത് കാരണം അതിലാണല്ലോ പെട്ടെന്ന് ചെള്ളോ പ്രാണികളൊക്കെ വരിക. അപ്പോൾ അതിലിട്ട് കൊടുക്കാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ധാന്യങ്ങളിലെ പാത്രങ്ങളുണ്ടെങ്കിൽ കടല, പരിപ്പ് അതിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിത് അരിയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അരിയിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിയിലിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്പൊക്കെ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.